പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെയൊക്കെ വാഹനങ്ങളൊക്കെ ചെളിയും പൊടിയും ഒക്കെ നിറഞ്ഞ നിരത്തിലൂടെ ഓടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ സർവീസിന് കയറ്റാറുണ്ട്. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും വാഹനങ്ങൾ സ്മൂത്തായിട്ട് ഉപയോഗിക്കുവാനായിട്ട്, വൃത്തിയായിട്ട് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലും ഈ സർവീസിങ് ആവശ്യമാണ്. പറ്റിപ്പിടിക്കുന്ന, വന്നു ചേരുന്ന തെറ്റായ രീതികളെയും തെറ്റായ ഭാവങ്ങളെയും ഒക്കെ കൃത്യമായി പരിശോധിച്ച് ശരിയല്ലാത്തത് നീക്കി നമ്മുടെയൊക്കെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവാനായിട്ട് ആത്മപരിശോധന എന്ന സർവീസ് ഓരോ ബലിയിലും നടത്തേണ്ടത് അനിവാര്യമാണ്, അനുയോജ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നിരത്തുകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ, പാപകരമായ സാഹചര്യങ്ങളിലൂടെ നാം ജീവിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അറിയാതെ വന്നു ഭവിക്കുന്ന തെറ്റായ രീതികളെ, പാപത്തിൻ്റെതായിട്ടുള്ള സ്വാധീനങ്ങളെ കൃത്യമായി വിലയിരുത്താം. നന്മയിലേക്ക് നമുക്ക് വളരാം. സഹോദരരെ, ഈ ദിവ്യരഹസ്യം തക്കതായ ഒരുക്കത്തോടുകൂടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ്. നമ്മുടേതായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും പ്രത്യേകമായി സമർപ്പിക്കാം. വിശുദ്ധൻ്റെ മാധ്യസ്ഥ സഹായം തേടി പ്രാർത്ഥിക്കുന്ന, ഈ ദേവാലയത്തിലായിരിക്കുന്ന, വിദൂരങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഈ ബലിയിൽ സമർപ്പിക്കുവാനും വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ അവരുടെ നിയോഗങ്ങൾ നിവർത്തിച്ച് ലഭിക്കുവാനായിട്ടും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പാതുവായ വിശുദ്ധ അന്തോണിയെ സമുന്നത സുവിശേഷ പ്രഭാഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രത്യേക മധ്യസ്ഥനുമായി അങ്ങ് വിശ്വാസികൾക്ക് നൽകിയല്ലോ. യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുന്നതിനും ആപത്സന്ധികളിൽ അങ്ങയുടെ പൈതൃക സംരക്ഷണം ലഭിക്കുന്നതിനും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് സഹായകമായി തീരുവാൻ കൃപ നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന രാജാക്കന്മാരുടെ 3-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് സോളമൻ കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ മുൻപിൽ ഇസ്രായേലരുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അപേക്ഷിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സന്നിധിയിൽ നടക്കുന്ന അവിടുത്തെ ദാസന്മാർക്ക് വാഗ്ദാനപ്രകാരം അനുഗ്രഹം നൽകുന്ന അങ്ങയെപ്പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും വേറൊരു ദൈവമില്ല.
ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമെന്ന് വിചാരിക്കാമോ? സ്വർഗത്തിനും സ്വർഗത്തിനും അങ്ങയെ ഉള്ളടക്കാൻ സാധ്യമാകുന്നില്ലെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ആലയത്തിന് അത് സാധ്യമാണോ? എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങേ ദാസൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ. അങ്ങേ ദാസൻ തിരുമുമ്പിൽ ഇന്ന് സമർപ്പിക്കുന്ന പ്രാർത്ഥനയും സ്തുതിഗീതവും ചെവിക്കൊള്ളണമേ. ഈ ആലയത്തിന്മേൽ, അതായത് എൻ്റെ നാമം അവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുൾ ചെയ്ത ഈ ആലയത്തിന്മേൽ രാവും പകലും അങ്ങേ കടാക്ഷമുണ്ടാകുന്നതിന് ഈ സ്ഥലത്ത് വെച്ച് അങ്ങേ ദാസൻ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. അങ്ങേ ദാസൻ്റെയും അങ്ങേ ജനതയായ ഇസ്രായേല്യരുടെയും യാചന കേൾക്കണമേ. അവർ ഈ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങേ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരെ ശ്രവിക്കണമേ. അവരെ ശ്രവിച്ച് അവരോട് കാരുണ്യം കാണിക്കണമേ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിവചന സങ്കീർത്തനം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമായിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമായിരിക്കുന്നു. മനോഹരമായിരിക്കുന്നു. കർത്താവിൻ്റെ അങ്കണങ്ങൾ എൻ്റെ ആത്മാവ് അത്യാശാപൂർവം പാർത്തിരിക്കുന്നു. എൻ്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമായിരിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവേ, എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, കുരുകിൻ പക്ഷി പോലും അതിനൊരു വീടും മീവൽ പക്ഷി അതിൻ്റെ കുഞ്ഞിനെ കിടത്താൻ ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിന്മേൽ കണ്ടെത്തിയിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമായിരിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അവർ അങ്ങയെ നിരന്തരം സ്തുതിക്കും. ഞങ്ങളുടെ പരിചയായ ദൈവമേ, കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തൻ്റെ മുഖം തൃക്കൺ പാർക്കണമേ. സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമായിരിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ കഴിക്കുന്ന ഒരു ദിവസം 1000 നാളുകളേക്കാൾ ഉത്തമമാണ്. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ കവാടത്തിങ്കൽ നിൽക്കുന്നതാണ് ഏറെ മെച്ചം. സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമായിരിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മിശിഹ വഴി ലോകത്തെ തന്നോട് തമ്മിൽ രമ്യപ്പെടുത്തി. സമാധാന സന്ദേശം അവിടുന്ന് നമ്മളെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ തിരുവചനങ്ങൾ പാരിൽ പാവന ദീപങ്ങൾ, പാപവിമോചനമേകും വചനം, സത്യം ജീവനുമാം വചനം. ദൈവത്തിൻ തിരുവചനങ്ങൾ പാരിൽ പാവന ദീപങ്ങൾ, പാപവിമോചനമേകും വചനം, സത്യം ജീവനുമാം വചനം. കേൾക്കുക കേൾക്കുക തിരുവചനം, ജീവൻ പകരും തിരുവചനം. കേൾക്കുക കേൾക്കുക തിരുവചനം, ജീവൻ പകരും തിരുവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ജെറുസലേമിൽ നിന്നു വന്ന ഏതാനും നിയമജ്ഞരും ഫരിസയരും ഈശോയുടെ ചുറ്റും കൂടി. അവിടുത്തെ ശിഷ്യന്മാരിൽ ചിലർ വിധിപ്രകാരം കൈ കഴുകാതെ അപ്പം ഭക്ഷിക്കുന്നത് കണ്ട് അവർ അവരെ കുറ്റപ്പെടുത്തി. പൂർവാചാരമനുസരിച്ച് കൈ ശ്രദ്ധാപൂർവം കഴുകാതെ ഫരിസയരും യഹൂദരും ഭക്ഷണം കഴിച്ചിരുന്നില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ അവർ ആഹാരം കഴിച്ചിരുന്നില്ല. പാനപാത്രങ്ങളുടെയും കുടങ്ങളുടെയും ചെമ്പ് പാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റനേകം ആചാരങ്ങളും അവർക്ക് പരമ്പരയായി ലഭിച്ചിരുന്നു. തന്നിമിത്തം ഫരിസേയരും നിയമജ്ഞരും അവിടത്തോട് ചോദിച്ചു, താങ്കളുടെ ശിഷ്യന്മാർ പൂർവിക പാരമ്പര്യമനുസരിച്ചു നടക്കാതെ ശുദ്ധിയില്ലാത്ത കരം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ട്? അവിടുന്ന് ഉത്തരമരുളി, കപടഭക്തരെ, നിങ്ങളെക്കുറിച്ച് ഇസയാസ് ശരിയായി തന്നെ പ്രവചിച്ചിരിക്കുന്നു. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ വിദൂരത്താണ്. മാനുഷിക നിയമങ്ങൾ കൽപ്പനകളാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു. ദൈവകൽപ്പനകൾ വിട്ടുകളഞ്ഞിട്ട് പാനപാത്രങ്ങളും കുടങ്ങളും ശുദ്ധി ചെയ്യുക മുതലായ ആചാരങ്ങൾ മാനുഷ്യ പാരമ്പര്യം പാലിക്കുവാൻ വേണ്ടി നിങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇതുപോലെ മറ്റനേകം കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടുന്ന് അവരോട് വീണ്ടും അരുൾ ചെയ്തു, നിങ്ങൾ സ്വന്തം പാരമ്പര്യം പാലിക്കുന്നതിനു വേണ്ടി ദൈവകൽപ്പന നിരാകരിക്കുന്നു. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നും മാതാവിനെയോ പിതാവിനെയോ ശപിക്കുന്നവർ കൊല്ലപ്പെടുക തന്നെ വേണം എന്നും മൂശ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ മാതാവിനോടോ നിങ്ങളെ സംരക്ഷിക്കേണ്ട ധനം മുഴുവൻ കുർബാൻ, അതായത് ദൈവത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എന്നു നിങ്ങൾ പറയുന്നു. പിന്നീട് അവർ മാതാപിതാക്കന്മാർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ അവനെ അനുവദിക്കുന്നുമില്ല. നിങ്ങൾ നിലനിർത്തുന്ന പാരമ്പര്യം നിമിത്തം ദൈവകൽപ്പന നിങ്ങൾ നിരാകരിക്കുകയത്രേ ചെയ്യുന്നത്. ഇത്തരം പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവ വചനമാണ് നാം കേട്ടത്. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. വിശുദ്ധമായ വചനപീഠം തീർച്ചയായിട്ടും ആരെയും അനാദരിക്കുവാനോ ആരെയും വേദനിപ്പിക്കുവാനോ ഉള്ള ഇടമാണെന്ന് കരുതുന്നില്ല. ക്രിസ്തുവിൻ്റെ നിർമ്മലമായ സ്നേഹം പ്രഘോഷിക്കപ്പെടുന്ന ഇടമാണെന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഇവിടെ ആയിരിക്കുക. വാരിക്കുന്തം കൊണ്ട് മറ്റുള്ളവരുടെ നെഞ്ചു പിളർന്നാൽ മാത്രമേ, തോക്കിൻ കുഴലിൽ നിന്ന് ഉണ്ട മറ്റുള്ളവരുടെയൊക്കെ നെഞ്ച് തകർത്താൽ മാത്രമേ വിപ്ലവം സാധ്യമാകൂ എന്ന് വിശ്വസിക്കുന്ന വിപ്ലവ നേതാക്കളുടെ കൂടെ യേശുവിനെ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ പ്രതിഷ്ഠിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുക. ഇന്നത്തെ വായന കേൾക്കുമ്പോഴും അല്പം വിപ്ലവം നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. ചാട്ട എടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ചാട്ട മറ്റുള്ളവരുടെ നെഞ്ചിനെ വേദനിപ്പിക്കുന്ന ആയുധമായിട്ട് ക്രിസ്തുവിൻ്റെ കയ്യിൽ മാറിയോ എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. ചാട്ടയെടുത്ത് മറ്റുള്ളവരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ വേദനിപ്പിക്കുന്ന, അവരെയൊക്കെ ശാരീരികമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തമ്പുരാൻ നിശിതമായിട്ട് വിമർശിക്കുമ്പോഴും തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്ന ക്രിസ്തുനാഥൻ, പെസഹ ആചരിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുന്ന യേശുനാഥന്റെ ചിത്രം വിസ്മരിച്ചു കളയരുത്. ഹൃദയമില്ലാത്ത ആചാരങ്ങളെ, ആത്മീയമായിട്ടുള്ള സത്ത നഷ്ടപ്പെടുന്ന ആചാര അനുഷ്ഠാനങ്ങളെയാണ് തമ്പുരാൻ വിമർശിക്കുക. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതിൻ്റെ നിർവൃതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പൂർണ്ണതയിൽ നിർവഹിക്കുന്ന മനുഷ്യരുടെയൊന്നും കൊങ്ങക്ക് തമ്പുരാൻ പിടിക്കാറില്ല. ആത്മീയമായിട്ടുള്ള സത്ത നഷ്ടപ്പെട്ട്
ദേവാലയത്തിൽ വരുന്ന മനുഷ്യരെയാണ് തമ്പുരാൻ വിമർശിക്കുക. അപ്പനെയും അമ്മയും ഒക്കെ തള്ളി പറഞ്ഞിട്ട് ബലിയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെയാണ് തമ്പുരാൻ വിമർശിക്കുക. തീർച്ചയായിട്ടും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കുവാനുള്ള ശ്രമമല്ല തമ്പുരാൻ്റേത്. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ആത്മാവിലേക്ക് കടന്നു വരണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വചനം നൽകുക. കൈ കഴുകിയില്ല എന്നും പറഞ്ഞ് യേശുനാഥൻ വൃത്തിയില്ലാത്തവനാണെന്ന് ആരെങ്കിലും പ്രഘോഷിച്ചാൽ സൂക്ഷിക്കണം. കൈ കഴുകണ്ട എന്നാണ് തമ്പുരാൻ പ്രഥമ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ശുദ്ധിയില്ലാത്തവൻ വൃത്തിയില്ലാത്തവനാണെന്ന് ക്രിസ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. വൃത്തി എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ടുള്ള വൃത്തിയിലേക്ക് ആ അനുഷ്ഠാനത്തെ ബന്ധിപ്പിക്കുവാനായിട്ട് ശ്രമം നടത്തുകയാണ് തമ്പുരാൻ ഇവിടെ. അപ്പവും വീഞ്ഞുമിയൽ ധാരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. ആശീർവദിച്ചങ്ങി കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണി തമ്പുരാനേ. അപ്പവും വീഞ്ഞുമിയൽ ധാരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവശക്തനായ ദൈവമേ, പാതുവായിലെ വിശുദ്ധ അന്തോനീസിന്റെ ഓർമ്മ ആഘോഷിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ തിരുമുൽ കാഴ്ചകൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രാഭവം പ്രകടമാക്കുന്ന ഈ യാഗദ്രവ്യങ്ങൾ വഴി ഞങ്ങൾക്ക് പരിത്രാണ ഫലം നൽകുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയം കർത്താവിങ്കലേക്ക് ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക.
ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങയുടെ വചനമാകുന്നു യേശുക്രിസ്തു. ഈ വചനം വഴി അങ്ങ് സർവ്വതും സൃഷ്ടിച്ചു. ഞങ്ങളുടെ രക്ഷകനും ഉദ്ധാരകനുമായി ലോകത്തിലേക്ക് അയക്കപ്പെട്ട അങ്ങയുടെ പുത്രൻ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവൃത്തിയാൽ മനുഷ്യാവതാരം ചെയ്ത് കന്യകയിൽ നിന്ന് പിറന്നു. അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് കുരിശിൽ കിടന്ന് മരണം വരിച്ചു. അങ്ങനെ മരണത്തെ കീഴ്പ്പെടുത്തുകയും പുനരുദ്ധാനത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നമ്മൾ പെസഹ എവിടെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങളുമായി പെസഹ ആഘോഷിക്കുവാനായി ശിഷ്യന്മാരെ പറഞ്ഞുവിടുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം നാം ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട്. ആഘോഷങ്ങൾക്ക് എതിരല്ല തമ്പുരാൻ, അനുഷ്ഠാനങ്ങൾക്ക് എതിരല്ല തമ്പുരാൻ. ഹൃദയം നഷ്ടപ്പെടുമ്പോഴാണ്, സത്ത ഇല്ലാതാകുമ്പോഴാണ്, ആത്മാവ് ഇല്ലാതാകുമ്പോഴാണ് തമ്പുരാൻ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. പെസഹ ആഘോഷത്തിൻ്റെ മൂർധന്യ നിമിഷത്തിലാണ് തമ്പുരാൻ വിശുദ്ധ കുർബാന നമുക്കായി സ്ഥാപിച്ചു തന്നത്. ദേവാലയത്തിൽ നിയമപ്രകാരമുള്ള സമർപ്പണത്തിന് പോയവനാണ് തമ്പുരാൻ. തീർച്ചയായിട്ടും നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമ്മുടെ ബലിയർപ്പണങ്ങളിലുമൊക്കെ സത്ത നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഈ നിമിഷം നല്ലതായിരിക്കും. ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ബലിയർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഹൃദയമില്ലാത്ത ബലിയർപ്പണമായി നമ്മുടെ ബലിയർപ്പണം മാറാതിരിക്കട്ടെ. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു, സർവവിശുദ്ധിയുടെയും ഉറവിടവും അങ്ങു തന്നെ. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ പീഡാസഹനത്തിന് സ്വയം ഏൽപ്പിച്ചുകൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരം ആകുന്നു, നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇത് എൻ്റെ രക്തം ആകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്കും
എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവേ, ക്രിസ്തുനാഥന്റെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യജീവൻ അരുളുന്ന അപ്പവും നിത്യരക്ഷ നൽകുന്ന പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാകട്ടെ. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ ദാസനായ ബെനഡിക്ട് മാർപ്പാപ്പയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ഫ്രാൻസിസ് മെത്രാപ്പോലിത്തയും എല്ലാ വൈദികരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർക്കുമെന്ന പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. അങ്ങയുടെ തേജോമയമായ തിരുമുഖം ദർശിക്കുവാൻ അവർക്ക് ഭാഗ്യമരുളേണമേ. എളിയദാസരായ ഞങ്ങളെയും കടാക്ഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അപ്പോസ്തലഗണത്തോടും ലോകാരംഭം മുതൽ അങ്ങേക്ക് പ്രിയങ്കരമാം വിധം ജീവിതം നയിച്ച സകല വിശുദ്ധരോടുമൊത്ത് ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ പാതുവായ വിശുദ്ധ അന്തോണീസിനോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. സ്വർഗസ്ഥനായ പിതാവേ എന്ന നമ്മുടെ വിളി വെറും അധര വ്യായാമമല്ല, ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് വരുന്നതാകട്ടെ. ഹൃദയം തമ്പുരാനിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ താരാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം അരുളണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ
എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയോടുകൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അത് മാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്ന് അരുൾ ചെയ്താൽ അത് മാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. എൻ്റെ ഈശോ. ദിവ്യകാരുണ്യ സ്വീകരണ സമയമാണ്. ദിവ്യകാരുണ്യം എല്ലാവരും നാവിൽ തന്നെ സ്വീകരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാമോദീസ സ്വീകരിച്ചിട്ടുള്ളവരും കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ടുള്ളവരും മാത്രമേ ദിവ്യകാരുണ്യം സ്വീകരിക്കാവൂ. വാളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങളോട് പ്രത്യേകം സഹകരിക്കുക. നാഥനെനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം. നാളുകൾ തോറുമേകും നന്മകൾക്കെന്തു ഞാൻ നന്ദിയിടും.
നാഥനെനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം. നാൾകൾ തോറുമേകും നന്മകൾ ഇന്നു ഞാൻ നന്ദിയേകിടും. എൻ വീഴ്ചകളിൽ താങ്ങായി നിന്നിടും. എൻ വേദനയിൽ സ്നേഹമായിടും. നാഥനെനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം. നാൾകൾ തോറുമേകും നന്മകൾ എന്തു ഞാൻ നന്ദിയിടും. കൂട്ടം പിരിഞ്ഞോരാടിനെ പോലെ തേടുന്നു ഞാൻ നിൻ സ്നേഹലാളനം. കൂട്ടം പിരിഞ്ഞോരാടിനെ പോലെ തേടുന്നു ഞാൻ നിൻ സ്നേഹലാളനം. ഇടറും മനസ്സിൻ ആശ്വാസമേകുവാൻ അണയൂ എൻ സ്നേഹമേ. ഇടറും മനസ്സിൻ ആശ്വാസമേകുവാൻ അണയൂ എൻ സ്നേഹമേ. അലിവിൻ നിറവേ എന്നിൽ വാഴുക. നാഥനെനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം. നാൾകൾ തോറുമേകും നന്മകൾ എന്തു ഞാൻ നന്ദിയിടും. ആരാരുമേകാത്ത സ്നേഹസാന്ത്വനം പാരില്ലെനിക്കേകുമെന്നേശുവേ. ആരാരുമേകാത്ത സ്നേഹസാന്ത്വനം പാരില്ലെനിക്കേകുമെന്നേശുവേ. അറിയാതെൻ മനം ചെയ്യുന്ന തിന്മകൾ കനിവായി നീ മായ്ക്കണേ. അറിയാതെ മനം ചെയ്യുന്ന തിന്മകൾ കനിവായി നീ മായ്ക്കണേ. ഹൃദയം നിറയെ സ്തുതിയേകിടുന്നിതാ. നാഥനെനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം. നാൾകൾ തോറുമേകും നന്മകൾ എന്തു ഞാൻ നന്ദിയേകിടും. എൻ വീഴ്ചകളിൽ താങ്ങായി നിന്നിടും. എൻ വേദനയിൽ സ്നേഹമായിടും. നാഥനെനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം. നാൾകൾ തോറുമേകും നന്മകൾ എന്തു ഞാൻ നന്ദിയിടും.
ഈശോയെ നിൻ പൂമുഖം സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം. ഈശോയെ നിൻ മാറിൽ ചാർത്താൻ സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം. നിന്റെ ഈശോയെ നിൻ പൂമുഖം സ്നേഹത്തൂവാല ഞാൻ ഒരുക്കാം. ഈശോയെ നിൻ മാറിൽ ചാർത്താം. വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാൻ. വാവാ സ്നേഹത്തിൻ പൂനിലവേ, എന്നുള്ളിൽ നിൻ ശോഭയേകാൻ. സ്നേഹത്തൂലിക കൊണ്ടു കുറിക്കാം എൻ്റെ ഈശോയെ നിൻ കീർത്തനം. സ്നേഹത്തൂലിക കൊണ്ടു കുറിക്കാം നിന്റെ ഈശോയെ നിൻ കീർത്തനം. സ്നേഹത്തൂവലാൽ ഞാനൊരുക്കാം എൻ്റെ ഈശോയെ ഒരു വെൺകിരീടം. എൻ്റെ ഈശോയെ ഒരു വെൺകിരീടം. സ്നേഹപ്പൊൻദീപം ഞാൻ തെളിക്കാം. എൻ്റെ ഈശോയെ നീ വരും വഴിയിൽ സ്നേഹപ്പൂന്തന്നൽ വിശറിയൊരുക്കാം. ഈശോയ്ക്കിളം തെന്നലേകാൻ. വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാൻ. വാവാ സ്നേഹത്തിൻ പൂനിലവേ, എന്നുള്ളിൽ നിൻ ശോഭയേകാൻ. സ്നേഹം പൂമണ്ഡപം ഞാനൊരുക്കാം. എൻ്റെ ഈശോയെ നിനക്കു വസിക്കാൻ. സ്നേഹപ്പൂമണ്ഡപം ഞാനൊരുക്കാം നിന്റെ ഈശോയെ നിനക്കു വസിക്കാം. സ്നേഹപ്പൂത്താലം ഞാൻ നിരത്താം. എൻ്റെ ഈശോയെ വരവേൽക്കുവാനായി. എൻ്റെ ഈശോയെ വരവേൽക്കുവാനായി. വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാൻ. വാവാ സ്നേഹത്തിൻ പൂനിലവേ, എന്നുള്ളിൽ നിൻ ശോഭയേകാൻ. വാവാ സ്നേഹരാജാവേ,
ഹൃദയത്തിലുള്ള ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഈ നല്ല നിമിഷത്തിൽ പ്രാർത്ഥിക്കാം. ഇന്നേ ദിനം ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും വിവാഹ വാർഷികം ആചരിക്കുന്നവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധ ഓപ്പറേഷന് വിധേയരാകുന്ന എല്ലാ രോഗികളെയും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ ബോധനത്താൽ പരിപോഷിതരായ ഞങ്ങൾ പാതുവാൽ വിശുദ്ധ അന്തോനീസിന്റെ മാതൃക പിന്തുടർന്ന് അങ്ങയെ ഭക്തിപൂർവം ആരാധിക്കുവാനും സഹോദരരെ സ്നേഹപൂർവം ശുശ്രൂഷിക്കുവാനും അനുഗ്രഹമരുളേണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസവും വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് കവറിലാക്കി കോർപ്പറേഷന്റെ വേസ്റ്റ് കൂനയിൽ കൊണ്ട് തള്ളുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ചുരുട്ടിക്കൂട്ടി ഏതെങ്കിലുമൊക്കെ യുദ്ധമന്ദിരത്തിലും ഏതെങ്കിലുമൊക്കെ മുറിയുടെ മൂലയിലുമൊക്കെ അടച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ നിക്ഷേപിച്ചിട്ട് ബലിയർപ്പിക്കാൻ വന്നാൽ ഹൃദയമില്ലാതെ ബലിയർപ്പിക്കുന്നവരായി നമ്മൾ മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. യേശു കൈ കഴുകണ്ട എന്ന് പറഞ്ഞു, കുളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യേശു വൃത്തിയില്ലാത്തവനാണ്, ശുദ്ധിയില്ലാത്തവനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. ശാരീരികമായിട്ടുള്ള വൃത്തിയെക്കുറിച്ച് പഠിപ്പിക്കലായിരുന്നില്ല തമ്പുരാന്റെ ലക്ഷ്യം. ആത്മീയമായ വിശുദ്ധി പ്രാർത്ഥിക്കുമ്പോൾ കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു തമ്പുരാന്റെ ലക്ഷ്യം. ചാട്ടവാറെടുത്തത് തോക്കിൻ കുഴലിലൂടെയുള്ള വിപ്ലവം പഠിപ്പിക്കാനല്ല, ദൈവത്തിന്റെ ആലയം പരിശുദ്ധമായി കാക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. ചാട്ടവാറെടുത്തെങ്കിലും ആരെയെങ്കിലും നൊമ്പരപ്പെടുത്തിയോ എന്ന് 100 വട്ടം പരിശോധിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് പോകാം. ദിവ്യപൂജ സമാപിച്ചു. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. സർവ
സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പുകൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായ അനുഗ്രഹിക്കണേ. നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ എൻ പ്രവൃത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരുവരം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ അയക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുതപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മ ഗുരുവുമായ ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോനീസിന്റെ തിരുനാവിന്റെ തിരുനാൾ ഒരുക്ക നൊവേന 15-ാം തീയതി ആരംഭിക്കുന്നു. ഈ ദിവസങ്ങളിൽ രാവിലെ 6:15-നും 11-നും വൈകിട്ട് 5 മണിക്കും ദിവ്യബലിയും നൊവേനയും ഉണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരം 4-ന് നൊവേന മാത്രവും 6:30-ന് ഇംഗ്ലീഷിൽ ദിവ്യബലിയും നൊവേനയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റു വസ്തുക്കളും സൂക്ഷിക്കുക. പള്ളിക്കകത്തും പരിസരത്തും ദയവ് ചെയ്ത് ഭിക്ഷാടനം പ്രോത്സാഹിപ്പിക്കരുത്. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥതയാൽ ലഭിച്ച അനുഗ്രഹങ്ങൾ: രോഗശാന്തി ലഭിച്ചതിന് 63, ജോലി ലഭിച്ചതിന് 31, വിവാഹം മംഗളകരമായി നടന്നതിന് 40, കാണാതെ പോയത് കണ്ടുകിട്ടിയതിന് 27, കുടുംബസമാധാനം ലഭിച്ചതിന് 19, വഴക്കുമാറിയതിന് 12, ധനസഹായം ലഭിച്ചതിന് 71, പുരപണി പൂർത്തിയായതിന് 35, പരീക്ഷയിൽ ജയിച്ചതിന് 89, സ്വഭാവദൂഷ്യം മാറിയതിന് 12, കേസിൽ ജയിച്ചതിന് 7, സുഖപ്രസവം നടന്നതിന് 23, ആദ്യമായി ഒരു കുഞ്ഞിനെ ലഭിച്ചതിന് 17, മദ്യപാനം മാറിയതിന് 5, വിഷമഘട്ടത്തിൽ സഹായം ലഭിച്ചതിന് 59, ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് 88. ലഭിച്ച കൃതജ്ഞതകളിൽ ചിലത് ശ്രവിക്കാം. വിശുദ്ധന്റെ പ്രത്യേകമായ മാധ്യസ്ഥ അനുഗ്രഹത്താൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കും ധാരാളമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവയെല്ലാം ഈ നിമിഷം അനുസ്മരിക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ദേവാലയത്തിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തിന് നന്ദിയായിട്ടാണ് ഈ കൃതജ്ഞത എഴുതുന്നത്. ബഹ്റിനിൽ 2 വയസ്സുള്ള ജുവൽ മരിയ എന്ന കുഞ്ഞ് 2 നിലയുള്ള കെട്ടിടത്തിൽ നിന്നും തലയടിച്ച് വീണ് വളരെ സീരിയസ് ആയി ICUയിൽ കിടക്കുകയായിരുന്നു. ഞങ്ങൾ ആ മകളെ കാണുവാനായി പോയി. ഒരു ചലനവുമില്ലാതെ കിടക്കുന്ന ആ പിഞ്ചുകുഞ്ഞ്. അവരുടെ മാതാപിതാക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങൾ ഞങ്ങളും ഇവിടെയുള്ള മലയാളി കത്തോലിക്ക സമൂഹവും പ്രാർത്ഥിച്ചു. ഞാൻ കലൂർ പള്ളിയിൽ പ്രാർത്ഥിക്കാനായി വിളിച്ചു പറഞ്ഞു. കുഞ്ഞിൻ്റെ തലയുടെ വലതുഭാഗത്ത് തറയിലടിച്ച് വീണതാണ് സംഭവം. വിശുദ്ധ അന്തോനീസിന്റെ മാധ്യസ്ഥ്യം അപേക്ഷിച്ച് അന്ന് ഞാനും കുടുംബവും രാത്രിയിൽ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്നുള്ള 4 ദിവസം വളരെ സീരിയസ് ആയിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ.
5-ാം ദിവസം നേരിയ ചലനം ശരീരത്തിൽ കണ്ടു തുടങ്ങി. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ വലതുഭാഗം നന്നായി ചലനശേഷി കൈവരിച്ചു. പക്ഷേ തലയുടെ ഇടതുഭാഗം കൈയും കാലും ഒന്നും തന്നെ ചലിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും കലൂർ പള്ളിയിലേക്ക് വിളിച്ച് നൊവേനയിൽ പ്രത്യേകം കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായി അഭ്യർത്ഥിച്ചു. തുടർന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് അത്ഭുതകരമായ ചലനശേഷി വീണ്ടെടുത്തു. കുഞ്ഞ് സംസാരിക്കുവാനും തുടങ്ങി. ഇപ്പോൾ കുഞ്ഞ് ആശുപത്രിയിൽ സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ മധ്യസ്ഥ ശക്തിയാലാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥ സഹായം നമുക്ക് ഓരോരുത്തർക്കും ലോകത്തിന്റെ വിവിധ ആശുപത്രികളിലും വീടുകളിലും വളരെ സീരിയസ് ആയി കിടക്കുന്ന എല്ലാവരുടെയും മേൽ സൗഖ്യമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധന്റെ മധ്യസ്ഥതയാൽ ഈ അത്ഭുതകരമായ രോഗസൗഖ്യം ഈ കുഞ്ഞിന് നൽകിയതിന് ഞാനും എൻ്റെ കുടുംബവും വിശുദ്ധന് 1000 നന്ദിയുടെ വാടാമലരുകൾ സമർപ്പിക്കുന്നു. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന് നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ. പുണ്യവാളന്റെ മാധ്യസ്ഥ്യം വഴി ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിന് നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾ ഈ കൃതജ്ഞത എഴുതുന്നത്. നവംബർ 13-ാം തീയതി വീട്ടിൽ വെച്ച് ഗ്യാസ് ലീക്കായി ഞങ്ങളുടെ പപ്പയ്ക്ക് പൊള്ളലേറ്റു. പ്രത്യക്ഷത്തിൽ അധികം പൊള്ളലേറ്റിട്ടുണ്ടെന്ന് പപ്പയ്ക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ നിർബന്ധപ്രകാരമാണ് ഹോസ്പിറ്റലിൽ പോയത് തന്നെ. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പപ്പയ്ക്ക് 55% പൊള്ളലേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. അത്രയ്ക്ക് ആഴത്തിലുള്ള പൊള്ളലേറ്റ വേദന പപ്പയ്ക്ക് ഇല്ലായിരുന്നു. വേദനയില്ലാത്തത് നല്ല ലക്ഷണമല്ലെന്ന് ഡോക്ടർ ഞങ്ങളെ അറിയിച്ചു. ഞങ്ങളെല്ലാവരും അന്തോണീസ് പുണ്യവാളനോട് പ്രാർത്ഥിക്കുകയും എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ലഭിക്കുന്നതിന് വേണ്ടി 15-ാം തീയതി ചൊവ്വാഴ്ച നൊവേനയിൽ പ്രാർത്ഥനാ സഹായം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ പപ്പയ്ക്ക് വേദന തുടങ്ങുകയും ഇത് നല്ല ലക്ഷണമായി ഡോക്ടർ അഭിപ്രായപ്പെടുകയും ചെയ്തു. തുടർന്നുള്ള ചികിത്സ പുണ്യവാളന്റെ അനുഗ്രഹം കൊണ്ട് ഫലപ്രദമാവുകയും അതിവേഗം സുഖം പ്രാപിക്കുകയും ഉണ്ടായി. ഇത് അന്തോണീസ് പുണ്യവാളന്റെ അത്ഭുതം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇനിയും പുണ്യവാളന്റെ മാധ്യസ്ഥ്യം ഞങ്ങളുടെ കുടുംബത്തിനും അങ്ങയുടെ അനുഗ്രഹം അപേക്ഷിക്കുന്നവരുടെ മേലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നേ ദിവസം ഈ സന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ അനുഗ്രഹങ്ങളുടെ ഈ സന്നിധാനത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിച്ചുകൊണ്ട് നവനാൾ ജപങ്ങൾ ചൊല്ലി കാഴ്ചവെക്കാം. ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങളറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണ്ണീസോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കൊണ്ടുവന്ന പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ നിമിഷം വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം.
പ്രാർത്ഥനകളോടൊപ്പം പ്രാർത്ഥനാ സഹായം ആവശ്യമായിരിക്കുന്ന സഹോദരങ്ങളെയും അനുസ്മരിക്കാം. കരൾ സംബന്ധമായ അസുഖം ബാധിച്ച കർമ്മിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശ്വാസകോശ സംബന്ധമായ അസുഖത്താൽ വേദനിക്കുന്ന ജോൺസൺ എന്ന 8 വയസ്സുകാരന് വേണ്ടി പ്രാർത്ഥിക്കാം. കിഡ്നി സംബന്ധമായ രോഗത്താൽ വേദനിക്കുന്ന വർഗീസിനെ സമർപ്പിക്കാം. ഉമിനീർ ഗ്രന്ഥിയിലെ കല്ല് ഓപ്പറേഷൻ കൂടാതെ മാറുന്നതിന് ഷേർലി എന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ICUയിൽ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന അജയ് പുന്നൂസിന് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർച്ചയായ രക്തസ്രാവമുള്ള 13 വയസ്സുകാരി ഋതികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജിജി ആന്റണി എന്ന സഹോദരൻ തൻ്റെ ഹൃദയത്തിലുള്ള തകരാർ വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥം വഴി മാറിക്കിട്ടുവാനായി യാചിക്കുന്നു. ഈ സഹോദരനെ സമർപ്പിക്കാം. 6 മാസമായി അസഹ്യമായ ചുമയാൽ കഷ്ടപ്പെടുന്ന 6 മാസം ഗർഭിണിയായ ഷിബിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലിവറിൽ ക്യാൻസർ ബാധിച്ച പാപ്പച്ചനെ സമർപ്പിക്കാം. വലതുവശം തളർന്ന അവസ്ഥയിലായ സെബാസ്റ്റ്യൻ എന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. നിലപ്പുറത്ത് നിന്ന് വീണ് പരിക്ക് പറ്റി ആശുപത്രിയിൽ കഴിയുന്ന ജാനേഷിന് വേണ്ടി പ്രാർത്ഥിക്കാം. 1-ാം നിലയിൽ നിന്ന് വീണ് ICUയിൽ കഴിയുന്ന 6 വയസ്സുള്ള ജോസ് മൈക്കിൾ എന്ന കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹ സംബന്ധമായും ജോലി സംബന്ധമായും വിസ സംബന്ധമായും തടസ്സങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞ് ഏറെ നാളുകളായിട്ടും മക്കളില്ലാത്തവരെ പ്രത്യേകമായി ഓർക്കാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും ഈ സന്നിധാനത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവ സമർപ്പിച്ചവരെയും വിശുദ്ധൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ചൊല്ലാം. പരമപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ സമർപ്പിക്കാം. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവോപരി ഊർജ്ജസ്വലരാകുവാനിടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വിളസമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹ്യ സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവതൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉഴലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതീ യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപയരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമകളായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക അസുഖങ്ങളാലും മാനസിക വ്യഥകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണാസന്നർക്ക് പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്രഷ്ടാവും രക്ഷകനുമായ ദൈവമേ, അങ്ങേ വിശ്വസ്ത ദാസനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങേ കൃപാകടാക്ഷത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജ്യ രശ്മിയേകിടും ക്രിസ്തുവിന്റെ പ്രേഷിതോത്തമാ പാദങ്ങളെന്നുമാശ്രയം. അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജ്യ രശ്മിയേകിടും ക്രിസ്തുവിന്റെ പ്രേഷിതോത്തമാ പാദങ്ങളെന്നുമാശ്രയം. പാവനാത്മാവായോരൻ പ്രാർത്ഥന സഹായ ശക്തിയാ ശ്രേയസാർന്നു ഞങ്ങൾ വാഴുവാൻ പ്രീതനായി വരങ്ങൾ നൽകണേ. വേദനിച്ചിടുന്ന ചേതസം കാഴ്ചവച്ചു കൂപ്പിടുന്നിതാ കാതടച്ചു കേൾക്കനായക. പാതുവായി ആശയോടെ പാദമാശ്രയിച്ചൊരീഴകൾ ആശ നേടി നിന്നനുഗ്രഹം ആശിസേതു ഇന്നുമാവിധം. അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജ്യ രശ്മിയേകിടും ക്രിസ്തുവിന്റെ പ്രേഷിതോത്തമാ പാദങ്ങളെന്നുമാശ്രയം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈയടുത്ത്
എന്നെ വല്ലാതെ ഉണർത്തിയ ഒരു കഥയുടെ പേരാണ് ഏതോ ദേവതയുടെ ചിറകിനടിയിൽ. ഇതുവരെ ആരാലും അറിയപ്പെടാതെ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പാവം മനുഷ്യൻ്റെ നെഞ്ചിടിപ്പിൻ്റെ ഈണത്തിൽ അയാൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു. അന്നേ ഞാൻ മരിക്കേണ്ടതായിരുന്നു. എൻ്റെ ശവസംസ്കാരം അമ്മയുടെയും പെങ്ങളുടെയും വാവിട്ട കരച്ചിലുകൾക്കിടയിലും എന്നെ അറിയാവുന്ന ഏതാനും ചിലരുടെ അടക്കിപ്പിടിച്ച വിതുമ്പലുകൾക്കിടയിലും തീരേണ്ടതായിരുന്നു. എൻ്റെ ശവക്കൂനക്ക് മീതെ ഒരു കാട്ടുചമ്പകമോ തുളസിയോ പതിയെ പതിയെ പിന്നീട് നാമ്പിടുമായിരുന്നു. കാലം കുറെ കഴിഞ്ഞ് അതുവഴി വരുന്ന എൻ്റെ അമ്മയൊഴികെ എന്നെക്കുറിച്ചോ എൻ്റെ കുഴിമാടത്തെക്കുറിച്ചോ ഞാൻ ജീവിച്ച 28 വർഷങ്ങളെക്കുറിച്ചോ ആരും തന്നെ ഓർക്കുവാൻ ഒരു സാധ്യതയുമില്ല. പിന്നീട് കാലം തെറ്റിപ്പെയ്യുന്ന മഴ മണ്ണിലൂടെ ഊർന്നിറങ്ങി എൻ്റെ ശവപ്പെട്ടിയെയും ദ്രവിപ്പിച്ചു കളയും. പിന്നെ എൻ്റെ ഓർമ്മ ഏതാനും കല്യാണ കാസറ്റുകളിലെ മിന്നിമറയുന്ന മെലിഞ്ഞ രൂപം പോലെയും ഏതാനും ആൽബങ്ങളിലെ നിശ്ചല ചിത്രങ്ങൾ പോലെയും മാത്രമായി അവശേഷിച്ചേനെ. പക്ഷേ ഇന്ന് ഈ 5 വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ രാത്രിയിൽ സംഭവിച്ചേണ്ടതെന്തെന്ന് നീയും അറിയേണ്ടിയിരിക്കുന്നു. എൻ്റെ അപ്പൻ വരുത്തിവെച്ച വീട്ടി തീർക്കാനാവാത്ത കടങ്ങളും വയറ്റിപ്പിഴപ്പിനു വേണ്ടി ശരീരം വിറ്റുപോരുന്ന എൻ്റെ പെങ്ങളെ നോക്കിയുള്ള അയൽക്കാരുടെ അടക്കം പറച്ചിലുകളും ഒറ്റക്കിനാവ് പോലെ പ്രണയിച്ചൊരു പെണ്ണ് ഒറ്റയ്ക്കെന്നെ കരയാൻ അനുവദിച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയപ്പോൾ ആ രാത്രിയിൽ തകർന്ന് ഞാൻ എഴുതി വെച്ച കഥകളൊക്കെ ആരെയും കാണാതെ ഒരു തുണിസഞ്ചിയിലാക്കി ഒരു വിഷക്കുപ്പിയും കരുതി വീട് വിട്ടിറങ്ങി. നേരെ പോയത് ശവപ്പെട്ടികൾ വിൽക്കുന്ന ഒരു കടയിലേക്ക്. എൻ്റെ മരണം പോലും എൻ്റെ കുടുംബത്തിനൊരു ബാധ്യതയാകരുതെന്ന് കരുതി എൻ്റെ അളവിനൊത്ത് ഒരു ശവപ്പെട്ടിക്ക് ഓർഡറും കൊടുത്ത് വിജനമായ ഒരിടത്ത് ചെന്ന് ഈ വിഷക്കുപ്പിയിൽ നിന്ന് വിഷമി ചുണ്ടോടടിപ്പിച്ചപ്പോഴേക്കും പെട്ടെന്ന് അണ്ണ എന്ന് പറഞ്ഞ് ഒരു പിൻവിളി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കാക്കാലത്തി പെണ്ണ് ഓടി വന്നതും കെട്ടിപ്പിടിച്ചതും കയ്യിലിരുന്ന വിഷക്കുപ്പി താഴെ വീണ് ഉടഞ്ഞതുമെല്ലാം ഒരുമിച്ചായിരുന്നു. തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഈ പെണ്ണിനെ ഇങ്ങനെ നീക്കി നിർത്തിയപ്പോ നിലാവെട്ടത്തില് അവളുടെ കണ്ണുകള് കരഞ്ഞ് തളർന്നിരിക്കുന്നതും അവളുടെ വസ്ത്രങ്ങളൊക്കെ കീറിയിരിക്കുന്നതും അവളുടെ മുഖത്തൊക്കെ ആരുടെയോ വിരൽത്തുമ്പുകള് പതിഞ്ഞിറങ്ങിയതിൻ്റെയും പാടുകൾ കണ്ടപ്പോൾ ആരോ അപായപ്പെടുത്തിയ കുട്ടിയാണെന്ന് ഒറ്റനോട്ടത്തിൽ വ്യക്തം. അപ്പോഴേക്കും അവളുടെ പിന്നാലെ ഓടിയെത്തിയ 2 പേര് ഇവള് എൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ട് വളരെ ക്രൂരമായിട്ട് എന്നെ നോക്കി പുലഭ്യം പറഞ്ഞിട്ട് മടങ്ങിപ്പോയപ്പോൾ ഇവൾ ഒരു വട്ടം കൂടി എന്നെ കെട്ടിപ്പിടിച്ചു. അവളെ നെഞ്ചിൽ നിന്ന് നീക്കി നിർത്തി നോക്കിയപ്പോൾ ഈ പെൺകുട്ടിക്ക് എൻ്റെ പെങ്ങളുടെ മുഖം തന്നെയോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചുപോയി. പിന്നീട് ഈ പെൺകുട്ടി എൻ്റെ മടിയിലേക്ക് കിടക്കുകയാണ്, ആലില പോലെ വിറക്കുകയാണ്. ഞാൻ ഇതുവരെയും ആരെയും കാണിക്കാതെ എഴുതി വച്ചിരുന്ന കടലാസുകളെല്ലാം എടുത്ത് കത്തിച്ചുകൊണ്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടി ചെറിയൊരു ചൂട് കൊടുക്കുകയാണ്. അതിരാവിലെ ഉണർന്നിട്ട് അവൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, ഒരു വട്ടം കൂടി എൻ്റെ ജീവിതം തിരിച്ചു തന്നതിന് നന്ദിയെന്ന്. ഒരു വട്ടം കൂടി എൻ്റെ ജീവിതം തിരിച്ചു തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയും അനുജന്മാരുമൊക്കെ ഇന്നലെ രാത്രി എന്നെ കാണാതെ സങ്കടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്നത് ഈ മനുഷ്യൻ നോക്കി നിൽക്കുമ്പോൾ അയാള് മനസ്സിൽ പറയുകയായിരുന്നു, ദൈവമേ, ഞാൻ അല്ലല്ലോ അവളെ രക്ഷിച്ചത്. ദൈവമേ, ഞാനല്ലല്ലോ വലങ്കാലിൽ കാപ്പണിഞ്ഞുകൊണ്ട് മുടിയിൽ കാട്ടുമുല്ലകൾ ചൂടിക്കൊണ്ട് ഒറ്റ ചേലയെടുത്തുകൊണ്ട് കടന്നു വന്ന ഈ കാക്കാലത്തി പെണ്ണല്ലേ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്.
പിന്നീട് ഉടഞ്ഞുകിടക്കുന്ന വിഷക്കുപ്പിയുടെയും കത്തിച്ചാമ്പലായി കിടക്കുന്ന കടലാസിനുമിടയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഈ മനുഷ്യൻ വീട്ടിലേക്ക്, അമ്മയുടെയും പെങ്ങളുടെയും അരികിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച. പ്രിയമുള്ളവരെ, ഇത് മഴയും കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ മരണവും കാത്ത് ഒരു ശവപ്പെട്ടിയെ ിരിക്കുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു കാക്കാലത്തി പെണ്ണ് ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അതിജീവനത്തിന്റെ, ഇനിയും ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഉത്തേജകം കൊടുത്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു കാഴ്ചയാണെങ്കിൽ, ഈ പകൽ നേരത്ത് ഈ അന്തോനീസ് പുണ്യവാളന്റെ നടയില് അകലെ നിന്നും അരികിൽ നിന്നുമൊക്കെ പ്രാർത്ഥനകളോടെ, കരച്ചിലുകളോടെ, ആകുലതകളോടെ ഒക്കെയും കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് പറയുവാനുള്ളത് ഒന്നു മാത്രം. അതിജീവനത്തിന്റെ അടയാളങ്ങളായി, അഥവാ ഇനിയും ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ആരെയൊക്കെയോ എന്തൊക്കെയോ ദൈവം എനിക്കും നിനക്കും വേണ്ടി അവശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർമ്മിക്കുക. ഇനിയും ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന എന്തൊക്കെയോ ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. സങ്കീർത്തനം 6 തിരുവചനത്തില് ഒരു പെരുമഴ പോലെയുള്ള ദാവീദിന്റെ കരച്ചിൽ ഇങ്ങനെയാണ്. ഇയാൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു. ഒരു രാത്രി മുഴുവനും, ഓരോ രാത്രി മുഴുവനും ഞാൻ കണ്ണീരൊഴുക്കി. എൻ്റെ തലയിണ കുതിർന്നു, കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞുവെന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ ഈ തിരുവചനത്തിൽ ഇങ്ങനെ പറയുമ്പോൾ, ഒരുപക്ഷെ ഈ പകൽ നേരത്ത് ഈ അൾത്താരയ്ക്കു ചുറ്റും വചനം കേൾക്കുവാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരുപാട് പേരുടെയെങ്കിലും ഹൃദയത്തിലൂടെ ഈ ഒരു കരച്ചിൽ ഈ നിമിഷം കടന്നു പോകുന്നുണ്ട്. ദൈവം എനിക്കു നേരെ കണ്ണടച്ചുവെന്ന തോന്നലിൽ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് കാതുകൾ അടച്ചുവെന്ന തോന്നലിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു വട്ടം കൂടി ആവർത്തന മന്ത്രം പോലെ ഹൃദയത്തിൽ പറയുക, ഇനിയും ഒന്നും തീർന്നു പോയിട്ടില്ല. വീണ്ടെടുക്കുവാനാകാത്ത വിധത്തില് എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. തിരിച്ച് വരാനാകാത്ത ദൂരത്തില് എന്നിൽ നിന്നും ആരും അകന്നു പോയിട്ടുമില്ല. പഴയ നിയമത്തിന്റെ ഏടുകളില് സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 4-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങളില് മെഫിബോഷത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നുണ്ട്. 2 കാലുകൾക്കും മുടന്തു വന്ന് 20 വർഷത്തോളം ഒളിവിൽ കഴിയുന്ന ഒരു മനുഷ്യൻ. ദാവീദിന്റെ ഉറ്റ ചങ്ങാതിയായ ജോനാഥന്റെ മകനാണ്. ഈ അവന്റെ ആയ 5 വയസ്സുള്ള ഈ കുഞ്ഞിനെയും കൊണ്ട് നാട് വിട്ടോടുമ്പോൾ ഈ അമ്മയുടെ കയ്യിൽ നിന്നും ഈ കുഞ്ഞും താഴേക്ക് വീഴുന്നു. അവന്റെ 2 കാലിനും മുടന്നുണ്ടാകുകയാണ്. പിന്നീട് ഒളിവിൽ താമസിക്കുന്നു. മറുവശത്ത് ദാവീദ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, എന്റെ അടുത്ത സുഹൃത്തായ ജോനാഥന്റെയായി ആരെങ്കിലും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടോ? ആരോ പറഞ്ഞു, അവന് മുടന്തനായ ഒരു കുട്ടിയുണ്ട്. ദാവീദ് പറയുന്നു, അവനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുക. പിന്നീട് ഈ മുടന്തനായ കുട്ടി കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ്. ആദ്യമായി കൊട്ടാരം കാണുന്നതിന്റെ അന്താളിപ്പ്, പിന്നീട് രാജാവിന്റെ ഒപ്പമിരുത്തി ഒരു ഊട്ട് നൽകുന്നതിന്റെ അന്താളിപ്പ്. ഇപ്രകാരം സങ്കടപ്പെട്ട് ആകുലതകൾക്കിടയിൽ പ്രതീക്ഷ നിറഞ്ഞവനെ പോലെ ഇരിക്കുമ്പോ ഈ മെഫിബോഷത്ത് പറയുന്ന ഒരു വാചകം ഇതാണ്: രാജാവേ, ഒരു ചത്ത നായ്ക്ക് തുല്യമായിരുന്നു ഇത്രയും കാലം എൻ്റെ ജീവിതം. പക്ഷേ ഇന്ന് നീയെങ്കിലും എന്നെ ഒന്ന് ശ്രദ്ധിച്ചുവല്ലോ. പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ മെഫിബോഷത്തിനെ പോലെ ജീവിതത്തിന് മുടന്തുകൾ ബാധിച്ചുകൊണ്ട് അപകർഷതാ ബോധത്തോടെ, ആകുലതകളോടെ ഞാനും നിങ്ങളുമൊക്കെ എന്നെങ്കിലുമൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക, എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു ഇൻവിറ്റേഷൻ കാർഡ്, ദൈവത്തിന്റെ ഒരു ക്ഷണക്കത്ത് വരുവാനായിട്ട് ഇനിയും താമസിച്ചിട്ടില്ല എന്ന്. ഇനിയും എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആരെങ്കിലും എന്തെങ്കിലും കടന്നു വരുമെന്ന് മനസ്സിൽ 100 വട്ടം പറയേണ്ടിയിരിക്കുന്നു. വീണ്ടും റൂത്തിന്റെ പുസ്തകത്തിലെ ഒരു കാഴ്ചയൊന്ന് നോക്കുക. വിധവയായ നവോമിയുടെ 2 മക്കളും കല്യാണം കഴിച്ച് മരുമക്കളായ ഓർഫയും റൂത്തും ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഈ നവോമിയുടെ 2 മക്കളും മരിക്കുന്നു. ഓർഫ എന്ന് പറയുന്ന മരുമകള് സ്വന്തം വീട്ടിലേക്ക് പുതിയൊരു കുടുംബ ജീവിതത്തിന് വേണ്ടി മടങ്ങിപ്പോകുമ്പോൾ റൂത്ത് മാത്രം ഈ അമ്മയുടെ കൂടെ ജീവിക്കുന്നുണ്ട്. ഈ പെണ്ണ് ഇങ്ങനെ ജീവിക്കുമ്പോഴും അവളുടെ മനസ്സില് ജീവിതത്തിൽ വലിയൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, വീണ്ടും തിരിച്ചു പോകാൻ, പുതിയൊരു കുടുംബ ജീവിതം തുടങ്ങാൻ.
എങ്കിലും അതുപോലും ഈ വൈദവ്യത്തിലുള്ള ഈ വൃദ്ധയായ നവോമിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരു മാലാഖയെ പോലെ ഈ പെണ്ണിങ്ങനെ കഴിയുമ്പോഴും അവളുടെ മനസ്സിലും ദുഃഖമുണ്ട്. എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലല്ലോ, എൻ്റെ ജീവിതം പെട്ടെന്ന് തന്നെ തീർന്നു പോയല്ലോ എന്നുള്ള പരിതാപത്തോടുകൂടി ഇവൾ ജീവിക്കുമ്പോഴാണ് മനോഹരമായ ഒരു കാഴ്ച. ഇവിടെ ബോവാസിന്റെ വയലിലേക്ക് കൊയ്ത്തുകേർക്ക് ശേഷം കാല പെറുക്കുന്നതിന് വേണ്ടി ഇവൾ ജോലിയിൽ പ്രവേശിക്കുകയാണ്. സകലമാന പ്രതീക്ഷകളും ഒരു കെട്ടതിരി പോലെയുള്ള ഇവളുടെ ജീവിതത്തെ ഈ ബോവാസ് എന്ന് പറയുന്ന മനുഷ്യൻ പിന്നീട് കത്തിക്കുകയാണ്. ഇവിടെ കൊയ്ത്തുകാർക്ക് ഒടുവിലായിട്ട് കാലാ പിറക്കി നടന്നിരുന്ന ഈ സ്ത്രീയെ ബോവാസ് എന്ന ധനികൻ സ്വന്തം ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ അന്നു മുതൽ പച്ചപ്പ് തുടങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുപോലെയും പ്രതീക്ഷകൾ കെട്ടുപോകുന്ന പല നിമിഷങ്ങളും കടന്നു വന്നേക്കാം. ആ നിമിഷങ്ങളിലെല്ലാം ഓർക്കുക, എൻ്റെ പ്രതീക്ഷകൾ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ഒരു പച്ചപ്പ് കടന്നു വന്നേക്കാം. ഒരാൾ ബാർബർ ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. അവിടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത് നീഗ്രോയായ ഒരു പെൺകുട്ടി. ഇവൾ ക്ഷൗരം ചെയ്യുന്നതിന് മുമ്പായി ഈ മനുഷ്യന്റെ താടിയിൽ ഇങ്ങനെ സോപ്പിങ്ങനെ പതപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നു, മോളെ, നീ നൃത്തം പഠിച്ചിട്ടുണ്ടോ? ഇവളാകെ അമ്പരക്കുകയാണ്. ഇവൾ പറഞ്ഞു, ഇല്ല, ഞാൻ നൃത്തം പഠിച്ചിട്ടില്ല. ഈ മനുഷ്യൻ പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ്, മോളെ, നിന്റെ ചലനങ്ങൾക്ക് വളരെ കൃത്യതയുണ്ട്, നിന്റെ ചലനങ്ങൾക്ക് താളമുണ്ട്, നിന്റെ ചലനങ്ങൾക്ക് പ്രസാദമുണ്ട്. ഈ പറയുന്ന ഒരു വാചകം ഈ പെണ്ണിന്റെ ജീവിതത്തെ തിരിച്ചുവിടുകയാണ്. ഇവൾ ചിന്തിക്കുകയാണ്, ഇവിടെ ഈ കുടിസുമുറിയില് സോപ്പ് പതപ്പിച്ചു ക്ഷൗരം ചെയ്തു തീർക്കേണ്ട ഒരു ജീവിതമല്ല എന്റേത്. പിന്നീട് വായിച്ചെടുക്കുമ്പോൾ ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു അഭിനേത്രിയായി, ഒരു നൃത്ത ചുവടുകൾ വയ്ക്കുന്ന ഒരു സ്ത്രീയായി ഈ പെണ്ണ് മാറിയിരിക്കുന്ന ഒരു കാഴ്ച. സ്നേഹമുള്ളവരെ, നോക്കുക, പലപ്പോഴും ജീവിതത്തിൽ തീർന്നു പോകുമ്പോൾ ഓരോ ചിലരുടെയും ചെറിയ ചെറിയ വാക്കുകൾ പോലും ജീവിതത്തിന്റെ ഗതിയെ തിരിച്ചുവിടുന്നൊരു ചിത്രം. ചിലപ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും കാത്തിരുന്നിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാതെ വരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടെ കൂട്ടിക്കെട്ടിയ താലിച്ചരട് ചില പൊരുത്തക്കേടുകളുടെ സംശയങ്ങളുടെ തെറ്റിദ്ധാരണകളുടെ പേരിൽ അകന്ന് ദാമ്പത്യ ബന്ധങ്ങൾ അകന്നിങ്ങനെ ജീവിക്കുമ്പോൾ, ചിലപ്പോഴൊക്കെ മക്കളെ വളർത്തി സ്നേഹപൂർവ്വം വലുതാക്കിയിട്ടും മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും മായക്കാഴ്ചകളിൽ കുടുങ്ങിയിട്ട് അവരൊക്കെ അകന്നു പോകുമ്പോൾ എല്ലാ പ്രതീക്ഷകളും കെട്ടുവെന്ന് കരുതരുത് പ്രിയമുള്ളവരെ. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രതീക്ഷയുടെ ഒരു തിരുനാളവുമായിട്ട് കടന്നു വന്നേക്കാം. ജീവിതം ഒടുക്കുവാൻ തീരുമാനിച്ച ഒരു ഈ പെൺകുട്ടിയെക്കുറിച്ച് കേൾക്കുകയും അവളോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവൾ പറഞ്ഞ ഏതാനും വാക്കുകൾ നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. ഈ പെൺകുട്ടി പറയുകയാണ്, ഒരു ജന്മം മുഴുവനും എന്നെ വളർത്തി കരുതലേക്കിയ എൻ്റെ ഡാഡിയെയും മമ്മിയെയും ഞാൻ വിട്ടിട്ട് പാതി വഴിയിൽ വെച്ച് പ്രണയത്തിലാണ്ടുപോയ ഒരു മനുഷ്യന്റെ പിന്നാലെ വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ് ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയ അന്ന് മുതൽ തന്നെ ഡാഡിയും മമ്മിയും എന്നെ ഉപേക്ഷിച്ചു. എങ്കിലും ഞാൻ പ്രണയിച്ചൊരാൾ, സ്നേഹിച്ചൊരാൾ എൻ്റെ കൂട്ടിനുണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ നാളുകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തിരിച്ചറിയുകയാണ്, എന്നെ സ്നേഹിച്ച് ചിരിച്ചു കാണിച്ച ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് പിന്നിലും കറുത്ത ചില വശങ്ങളുണ്ടെന്ന്, ഇവൻ എന്നെ കൈയൊഴിഞ്ഞ് പോകുമെന്ന്. വീടും കൂട്ടുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ട ഈ പെൺകുട്ടി ഒരു ഹോസ്റ്റലിന്റെ മുറിയിൽ ഷോളുകൾ കൂട്ടിക്കെട്ടിയിട്ട് അവൾ ആത്മഹത്യക്ക് ഒരുങ്ങുന്ന നിമിഷങ്ങൾ, മരണത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് അലർട്ട് കിട്ടുകയാണ്. അവള് മരണത്തിന് ഒരുങ്ങി നിൽക്കുമ്പോൾ ഒടുവിലത്തെ ഈ സന്ദേശം എനിക്ക് ആരാണ് അയച്ചതെന്നറിയുവാനുള്ള ആകാംക്ഷയിൽ ആ മൊബൈൽ എടുത്ത് ഇൻബോക്സ് അവൾ തുറന്നു നോക്കുമ്പോൾ കാണുന്ന വാചകങ്ങൾ ഇതൊക്കെയാണ്. മൈ ചൈൽഡ്, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഐ ആം കൗണ്ടിങ് ദ മൊമെന്റ്സ് ടു സീ യു. I love you endlessly, your daddy. ഇനിയും എൻ്റെ ഡാഡി എന്നെ വേണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചിരിക്കുമ്പോൾ
എന്റെ ഡാഡി നിമിഷങ്ങൾ എഴുതി എന്നോട് ക്ഷമിച്ചുകൊണ്ട് എന്നെ വീട്ടിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഇപ്പോഴും ഒരുങ്ങി കൈയും വിതിർത്തിയിരിക്കുന്നുവെന്നറിയുമ്പോൾ ഈ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. സ്നേഹമുള്ളവരെ, ഒന്ന് നോക്കുക. എത്രയോ SMS-കൾ, എത്രയോ മെസ്സേജുകളൊക്കെ ഈ നിമിഷം വരെയും നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ചെറിയൊരു മെസ്സേജിന് പോലും ഒരു പെൺകുട്ടിയെ ജീവിതത്തിന്റെ വസന്തോത്സവങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കാഴ്ച. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായം 17-ാം തിരുവചനമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ പറയുകയാണ്, അത്തിമരം പൂക്കുന്നില്ല എങ്കിലും, ഒലിവ് മരങ്ങൾ കായ്ക്കുന്നില്ല എങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ല എങ്കിലും, വയലിൽ ധാന്യം വിളയുന്നില്ല എങ്കിലും, ആട്ടിൻപറ്റങ്ങൾ ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ തളരുന്നില്ല. എൻ്റെ ജീവിതത്തിലേക്ക് വൈകിയെങ്കിലും കടന്നു വരുന്ന ദൈവത്തെ ഞാൻ കാത്തിരിക്കുന്നു. എനിക്കുറപ്പുണ്ട്, ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരുമെന്ന്. പ്രിയമുള്ളവരെ, നമുക്കും കാത്തിരിക്കാം. സകലമാന തിരികളും കെട്ടുപോയാലും ദൈവം ഒരു മെഴുകുതിരി കത്തിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമ്മെ അനുഗ്രഹിക്കും. ആമേൻ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രവർത്തനത്താൽ സുപ്രസിദ്ധന വിശുദ്ധനേ, പാതുവായിലെ അന്തോണി, പാലിലെ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധന വിശുദ്ധനേ, പാതുവായിലെ അന്തോണി, പാലിലെ കൃപ ചൊരിയണേ. ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാ കരങ്ങളാലേ, ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാ കരങ്ങളാലേ, വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെന്നും ഒഴിക്കണേ. വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെന്നും ഒഴിക്കണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധന വിശുദ്ധനേ, പാതുവായിലെ അന്തോണി, പാലിലെ കൃപ ചൊരിയണേ. ജീവിത വ്യഥകളാലേ ഭൂമിയിൽ വലഞ്ഞിടുന്നു, ജീവിത വ്യഥകളാലേ ഭൂമിയിൽ
നമിച്ചിടാം. അൻപോടെ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ, പാടുവായിലെ അന്തോണി, പാരിലെ കൃപ ചൊരിയണേ. വരാപ്പുഴ അതിരൂപതയിലെ സ്വയം പര്യാപ്തമല്ലാത്ത വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളെ സഹായിക്കുവാനുള്ള സെന്റ് ആണീസ് മതബോധന കേന്ദ്രത്തിൻ്റെ എളിയ ശ്രമമാണ് മിഷൻ 2012 മിഷൻ ഗിഫ്റ്റ് കൂപ്പൺ. നിങ്ങൾക്കായി ഒത്തിരി സമ്മാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഈ കൂപ്പൺ സംരംഭത്തോട് എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിളിച്ചാലനുഗ്രഹമേകിടും എന്നന്തോനീസേ, നന്മതൻ നിറകുടം നീയല്ലയോ. വിളിച്ചാലനുഗ്രഹമേകിടും എന്നന്തോനീസേ, നന്മതൻ നിറകുടം നീയല്ലയോ. കണ്ണുനീർ തൂകിടും മക്കളിൽ യേശുവിൻ സ്നേഹത്തിൻ സാന്ത്വന നൽകിടുന്നു. യേശുവിൻ സാന്ത്വനം നൽകിടുന്നു. വിളിച്ചാലനുഗ്രഹമേകിടും എന്നന്തോനീസേ, നന്മതൻ നിറകുടം നീയല്ലയോ. വിശുദ്ധനാകും അന്തോനീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിശുദ്ധനാകും അന്തോനീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൻ മുൻപിൽ നിൽക്കുമീ ദാസരെ കാത്തിടണേ. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൻ മുൻപിൽ നിൽക്കുമീ ദാസരെ കാത്തിടണേ. ചങ്കു തകർന്നു ഞാൻ നിലവിളിച്ചിടുമ്പോൾ കേൾക്കണേ അലിവോടെ യാചനകൾ നീ. ചങ്കു തകർന്നു ഞാൻ നിലവിളിച്ചിടുമ്പോൾ കേൾക്കണേ അലിവോടെ യാചനകൾ നീ. വിളിച്ചാലനുഗ്രഹമേകിടും എന്നന്തോനീസേ, നന്മതൻ നിറകുടം നീയല്ലയോ. വിശുദ്ധനാകും അന്തോനീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിശുദ്ധനാകും